പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് ദുൽഹിജ്ജ 9 ആർക്ക്? ഹാജിമാർക്ക്. ഇന്ന് ദുൽഹിജ്ജ 9 ഹാജിമാർക്ക് ഇന്ന് അറഫ ദിനമാണ്. ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അറഫയിൽ തടിച്ചുകൂടി ഇബാദത്തിലായി കഴിയുന്ന പകലാണ്. അല്ലാഹു തആല അവരെ കബൂലാക്കട്ടെ. നമുക്കിന്ന് ദുൽഹിജ്ജ 8 നമുക്കിന്ന് യൗമു തർവിയയാണ്. നമുക്ക് നാളെയാണ് ദുൽഹിജ്ജ 9. നാളെയാണ് നമുക്ക് അറഫാ ദിനം. നാളെ അറഫാ ദിനമാണ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിനമാണ്. ഒരുപാട് ശ്രേഷ്ഠതകളുള്ള സമയമാണ്, സന്ദർഭമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അതോടൊപ്പം തന്നെ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാം വെള്ളിയാഴ്ച രാവും അൽഹംദുലില്ലാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരികയാണ്. അറഫ രാവാകുന്ന ഇന്നത്തെ മഗ്‌രിബോടുകൂടി നമ്മൾ ചെയ്യേണ്ട, പറയേണ്ട, അറിയേണ്ട എല്ലാ കാര്യങ്ങളും വിശദമായി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട്. പ്രത്യേകമായി നമ്മൾ കരുതി വെക്കേണ്ട സ്വലാത്ത്, ചില ദിക്റുകൾ, ചില ഔറാദുകൾ, ചില ആയത്തുകൾ എല്ലാം ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. കൂടുതൽ നീട്ടിയൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് ഇൻഷാ അല്ലാഹ് വീഡിയോയിലേക്ക് പോവാം. മറക്കണ്ട, പ്രത്യേകിച്ച് അറഫ രാവിലും പകലിലുമായി നമ്മൾ ചൊല്ലേണ്ട, നമ്മൾ പറയേണ്ട ദിക്റുകൾ കൂടി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ള സഹോദരിമാരെ, സഹോദരങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, കരുണാവാരിധിയായ പടച്ച റബ്ബ് നമുക്കും നമ്മളോട് ബന്ധപ്പെട്ടവർ, നമ്മൾ ഇഷ്ടപ്പെടുന്നവർ, നാം ഇഷ്ടപ്പെടുന്നവർ, നമ്മളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ ആരെല്ലാം ഉണ്ടോ അല്ലാഹു തആല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള, ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അല്ലാഹു തആല നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് അബദ്ധങ്ങളൊക്കെ ചെയ്തു പോയവരാണ്. എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു തആല വിട്ടുപുറത്ത് മാപ്പ് നൽകുമാറാവട്ടെ. നമ്മുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്യുന്ന മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും സിയാറത്തും അല്ലാഹു മഖ്ബൂലും മബ്റൂറുമായി സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമുക്ക് ദുൽഹിജ്ജ 8. ദുൽഹിജ്ജ 8 നമുക്കിന്ന് യൗമു തർവിയ ആണ്. ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് ദുൽഹിജ്ജ 9. അതായത് ഹാജിമാർക്ക് ഇന്നാണ് അറഫ. അതായത് ഇന്നത്തെ അവരുടെ സുബഹി നമസ്കാരത്തിന് ശേഷം മുതലുള്ള ടൈം മുതൽ ഏകദേശം അസർ കഴിഞ്ഞ് മഗ്‌രിബോട് അടുത്തുള്ള ആ ഒരു ടൈമിനുള്ളിൽ ഇന്നത്തെ പകലിൽ ഒരു കുറച്ച് സമയം അവർ അറഫയുടെ ആ ബൗണ്ടറി, അറഫ എന്ന് പറയുന്ന ആ ഒരു മൈതാനം, അവിടെ അവർ പോയി നിൽക്കണം. വേറെ ഒന്നും ചെയ്യണമെന്നില്ല, അവിടെ പോയി നിൽക്കണം. എന്നാലാണ് ഹജ്ജിൻ്റെ പ്രതിഫലം അവർക്ക് കിട്ടൂ. അൽ ഹജ്ജു അൽ അറഫ. ഒരു മനുഷ്യൻ അവൻ ഹജ്ജിൻ്റെ അമലുകളെല്ലാം ചെയ്തു, പക്ഷെ അറഫയിൽ പോയി നിന്നില്ല, എന്നാൽ അയാൾക്ക് ഹജ്ജിൻ്റെ കൂലി കിട്ടില്ല. അപ്പോൾ ഇന്ന് ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറഫ ദിനമാണ്. ഉസ്താദെ, അപ്പോൾ ഇന്ന് ഹാജിമാരൊക്കെ നോമ്പ് പിടിച്ചിട്ടാണോ അറഫയിൽ ഉണ്ടാവുക? ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ഇന്നത്തെ അറഫ ദിനത്തിൽ അവർക്ക് നോമ്പ് പിടിക്കൽ സുന്നത്ത് ഇല്ല. അതുകൊണ്ട് ഹാജിമാർക്ക് ഇന്ന് നോമ്പുണ്ടാവില്ല. പക്ഷെ ബാക്കിയുള്ള ഹാജിമാരല്ലാത്ത ആളുകളുണ്ട്, ഗൾഫ് കൺട്രികളിലൊക്കെ ഇന്ന് അറഫ ദിനമാണ്. അപ്പോൾ അവർക്കൊക്കെ ഇൻഷാ അല്ലാഹ് നോമ്പുണ്ടാകും. മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിന്ന് പെരുന്നാൾ രാവ് കൂടിയാണ്. അവർക്ക് നാളെ വെള്ളിയാഴ്ചയാണ് അവിടെ ബലി പെരുന്നാൾ. നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് ദുൽഹിജ്ജ 8. നമുക്ക് നാളെയാണ് ദുൽഹിജ്ജ 9. നാളെ വെള്ളിയാഴ്ച, നാളെയാണ് നമുക്ക് ദുൽഹിജ്ജ 9. നാളെയാണ് നമുക്ക് അറഫ ദിനം. മറ്റന്നാൾ ശനിയാഴ്ചയാണ് നമുക്ക് ബലി പെരുന്നാൾ. മാത്രമല്ല പരിശുദ്ധമായ പവിത്രതകൾ ഏറെ നിറഞ്ഞ ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാം വെള്ളിയാഴ്ച രാവും അൽഹംദുലില്ലാഹ് ഇന്നത്തെ മഗ്‌രിബോടുകൂടി വരികയാണ്. അപ്പോൾ ഒരുപാട് ശ്രേഷ്ഠതകൾ നിറഞ്ഞ, പവിത്രതകൾ നിറഞ്ഞ സമയങ്ങളിലൂടെയാണ് ഞാനും നിങ്ങളും പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഈ അറഫ രാവിൽ നമുക്കിന്ന് അറഫ രാവാണ്, ഹാജിമാർക്ക് ഇന്ന് പെരുന്നാൾ രാവാൻ. അതെങ്ങനെ സംഭവിക്കും? ഒരു സ്ഥലത്ത് അറഫ, ഒരു സ്ഥലത്ത് പെരുന്നാൾ, ഒരു സ്ഥലത്ത് യൗമു തർവിയ. ഇതെങ്ങനെയാ ഉസ്താദെ? വേറെ ഒന്നുമില്ല, ഇതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എന്നാലും പറയട്ടെ ഒന്നുകൂടി. ഓരോ നാട്ടിലും വ്യത്യസ്തമായ രൂപത്തിലാണ് നിലാവ് കാണുക, അല്ലെ, പിറ കാണുക. ആ പിറ കാണുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരും, വ്യത്യാസം വരും. ഇത് ഇന്ന് ഇന്നലെ തുടങ്ങിയതല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലം മുതലേ അങ്ങനെ വ്യത്യാസമുണ്ട്. ചിലപ്പോൾ നബിതങ്ങൾക്ക് പെരുന്നാളായിരിക്കും. ഈ നബിതങ്ങളുടെ നാട്ടിൽ, അതായത് നബിതങ്ങളും സ്വഹാബിമാരും മദീനയിൽ നോമ്പ് തുടങ്ങിയിട്ടുണ്ടാകും, റമദാനിൽ നോമ്പ് പിടിച്ചിട്ടുണ്ടാകും. പക്ഷേ കച്ചവടത്തിനായി പോയിട്ടുള്ള സിറിയയിലേക്കും അതുപോലെ തന്നെ കൂഫയിലേക്കൊക്കെ കച്ചവടത്തിന് പോയിട്ടുള്ള സ്വഹാബിമാർ 1-2
ദിവസം കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ അവിടെ നിലാവ് കാണുക, അവർ നോമ്പ് പിടിക്കുക. അപ്പം അങ്ങനെ വ്യത്യാസം അന്നു മുതലേ ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ടാവും. ചിലപ്പോൾ ഒന്നിച്ചു വരും. നമുക്ക് ഹാജിമാർക്കും നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഒന്നിച്ച് പെരുന്നാളും അതുപോലെ അറഫയൊക്കെ വന്നിട്ടുണ്ട്, നോമ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പല സമയത്തും ഈ നിലാവ് കാണുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യാസം വരുന്നതനുസരിച്ച് അങ്ങനെ സ്വാഭാവികമാണ് അങ്ങനെ ഒരു ദിവസം അവിടെ കൂടി പോവുക അല്ലെങ്കിൽ കുറഞ്ഞു വരിക അതൊക്കെ ഉള്ളത്. അപ്പോൾ ഹാജിമാർക്ക് ഇന്ന് അറഫയുടെ പകലാണ്. അല്ലാഹു തആല ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാരുടെ ഹജ്ജിനെ ഇങ്ങനെ ഉറ്റുനോക്കുന്ന ഒരു സമയമാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രതിനിധികളായി നിന്റെ അതിഥികളായി വന്നിട്ടുള്ള മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജും ഉംറയും പ്രത്യേകിച്ച് അവരുടെ ഇന്നത്തെ അറഫ ദിനത്തിലുള്ള അവരുടെ ദുആകൾ എല്ലാ ഹാജിമാരും കൂട്ടക്കരച്ചിലായിരിക്കും അല്ലെ. കൂട്ടക്കരച്ചിലാണ്. മാത്രമല്ല തൽബിയത്തിന്റെ വചനങ്ങൾ കൊണ്ട് അറഫാ മൈതാനം നിറഞ്ഞു കവിയുന്ന ഒരു സമയമാണ് തൽബിയത്ത്. എന്താ തൽബിയത്ത്? ഹജ്ജിന് പോകുന്ന ഉംറക്ക് പോകുന്ന ഓരോ ആളുകളും പറയുന്നൊരു വാക്കുണ്ട്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക്. എന്താ അതിന്റെ അർത്ഥം? അല്ലാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു അല്ലേ. അള്ളാഹു വിളിച്ചിട്ടാണ്, അള്ളാഹിന്റെ അതിഥികളായിട്ടാണ് അവർ പോകുന്നത്. അള്ളാഹുവേ, നിന്റെ വിളിക്ക് ഞാനിതാ ഉത്തരം നൽകിയിരിക്കുന്നു, നീയല്ലാതെ ആരാധനക്കർഹനില്ല അല്ലാഹ് അല്ലേ. അള്ളാഹുവേ, നീയല്ലാതെ ഒരു ആരാധനക്കർഹനുമില്ല, നീയല്ലാതെ ഒരു മനുഷ്യൻ പറയുന്ന ഏറ്റവും അർത്ഥവത്തായ വാക്കാണ്. അവന്റെ ജീവിതത്തിൽ അവൻ പറയുന്ന ഏറ്റവും മൂല്യമുള്ളൊരു വാക്കാണ്. അള്ളാഹുവേ, നീയല്ലാതെ മറ്റൊരു ആരാധനക്കർഹനില്ല, നിന്റെ വിളിക്കുത്തരം നൽകിയതാ കാതങ്ങൾ അകലെ നിന്നും കിലോമീറ്ററുകൾക്ക് അകലെ നിന്നും ഞാനിതാ വന്നിരിക്കുന്നു, എൻ്റെ അമലുകൾ സ്വീകരിക്കണേ, എന്നെ നീ കബൂലാക്കണേ എന്നൊക്കെയാണ് ആ തൽബിയത്തിന്റെ അർത്ഥം, അതിൻ്റെ ഏകദേശ ആശയം. നമുക്ക് ഹാജിമാരോടൊന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നമുക്കൊരു 3 വട്ടം തൽബിയത്ത് ഒന്നിച്ചു പറഞ്ഞാലോ? അവരോട് ഐക്യദാർഢ്യം ഇൻഷാ അല്ലാഹ്. കാരണം അവരൊക്കെ അറഫ മൈതാനത്ത് വെച്ച് നമുക്കൊക്കെ വേണ്ടി ദ്വാരക്കും. നമ്മുടെ നാടുകളിൽ നിന്നും പോയ ആളുകളല്ലേ, അപ്പോൾ അവർ നമുക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇൻഷാ അല്ലാഹ് നമുക്കും എന്ത് ചെയ്യാം? ഈ ഒരു പരിശുദ്ധമായ തൽബിയത്ത് പറയാം. പറഞ്ഞോ 3 വട്ടം. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക് ലാ ശരീക ലക. അല്ലാഹുവേ, ഹാജിമാരെ നീ സ്വീകരിക്കണേ അല്ലാഹ്, ഒരു തരത്തിലുള്ള പ്രയാസവും അവർക്ക് കൊടുക്കല്ലേ അല്ലാഹ്, അവരുടെ ഹജ്ജും ഉംറയും നീ സ്വീകരിക്കണേ അല്ലാഹ്, അവരുടെ ദുആകളിൽ പാപപ്പെട്ട ഞങ്ങളെയും ഓർക്കാനുള്ള ഓർമ്മശക്തി അവർക്ക് നീ കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ ഹാജിമാരിന്ന് അവിടെ ഹജ്ജിൻ്റെ അമലുകൾ പ്രധാനപ്പെട്ട അറഫ സംഗമത്തിലാണ് ഉള്ളത്. അല്ലാഹു തആല അവരെ കബൂലാക്കട്ടെ. ഇനി നമ്മൾ ഇന്ന് ദുൽഹിജ്ജ 8-ലാണ്. നമുക്ക് ഇന്ന് യൗമു തർവിയയാണ്. യൗമു തർവിയ എന്താണെന്നൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി പറഞ്ഞു, ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് അറഫ രാവാണ്. നമുക്കിന്ന് അറഫ രാവാണ്. മാത്രമല്ല ആദ്യത്തെ വെള്ളിയാഴ്ച രാവ് കൂടി ഇന്നത്തെ മഗ്‌രിബോട് കൂടി വരുന്നത്. അപ്പോൾ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ, ദുനിയാവിൽ ഒരു മനുഷ്യന് കിട്ടുന്ന, ദുനിയാവിൽ അവനിക്ക് ഒരു മനുഷ്യന് കിട്ടുന്ന, ഒരു മുഅ്മിനായ മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യങ്ങളിൽപ്പെട്ട ഒന്നാണ് അറഫ രാവും അറഫയുടെ പകലും. ഇപ്പോൾ ലൈലത്തുൽ ഖദ്ർ അല്ലേ, റമദാനിൽ ലൈലത്തുൽ ഖദ്ർ ഉണ്ട്. പക്ഷെ അത് എന്നാണെന്ന് നമുക്കറിയാവോ? നമുക്കറിയില്ല. ചിലപ്പോൾ 21-ാം രാവാം, 23-ാം രാവാം, 25 ആവാം, 27 ആവാം, 29 ആവാം, ഏതാണെന്ന് നമുക്ക് ഉറപ്പില്ല. പക്ഷെ നമ്മൾ ഉറപ്പിച്ചങ്ങോട്ട് ഇബാദത്ത് ചെയ്യലാണ് എല്ലാ രാവിലും. പക്ഷേ നമുക്ക് ലൈലത്തുൽ ഖദറിന്റെ രാവ്, ലൈലത്തുൽ ഖദറിന്റെ രാത്രിയാണ് രാത്രികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. പകലുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് അറഫയുടെ പകലാണ്. ഇന്ന് ഹാജിമാർക്ക് അറഫയുടെ പകലാണ്, നമുക്ക് നാളെയാണ് അറഫയുടെ പകൽ അല്ലേ. അപ്പോൾ ഈ ഒരു നാണയം എടുത്താൽ, 1 രൂപ എടുത്താൽ അതിൻ്റെ ഒരു ഭാഗമാണ് ലൈലത്തുൽ ഖദറിന്റെ രാത്രിയെങ്കിൽ മറുഭാഗമാണ് അറഫയുടെ പകൽ. അപ്പോൾ നമുക്ക് ഉറപ്പാണ് എന്ത്? ലൈലത്തുൽ ഖദറിന്റെ രാത്രി ദുആ ചെയ്താൽ ദുആ സ്വീകരിക്കുമെന്ന്. അതുപോലെ ഉറപ്പുണ്ടാവണം എപ്പോൾ ദുആരെന്നാൽ അറഫയുടെ പകൽ, അതായത് നാളെയാണ് നമുക്ക് അറഫ. നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ നമുക്ക് നാളെയാണ്. അപ്പൊ നാളെ വെള്ളിയാഴ്ച ദിവസം കൂടിയാണ് പഞ്ചാരക്കുന്ന് തേന്മഴ ഒഴിക്കുന്ന പ്രതീതി. യാ റബ്ബ്, നഷ്ടപ്പെടുത്തല്ലേ അള്ളാഹു. ആദ്യം നമുക്കെല്ലാവർക്കും
ആ അറഫയുടെ പകലിൻ്റെ ആ മഹത്വം മനസ്സിലാക്കാനുള്ള തൗഫീക്ക് തരട്ടെ. ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരികയാണ്. അറഫാ ദിനം എത്ര പറഞ്ഞാലും തീരാത്ത, എത്ര നമ്മൾ ഇബാദത്ത് ചെയ്താലും മതിയാവാത്ത ഒരു പകലാണ് അറഫയുടെ പകൽ. അറഫയുടെ പകൽ ഒന്ന് കിട്ടിയാൽ മതി നമുക്ക് രക്ഷപ്പെടാം. അറഫ, ആ പേര് വരാനുള്ള അറഫ എന്ന് പറഞ്ഞാൽ എന്താണ്? അറിഞ്ഞു, തിരിച്ചറിഞ്ഞു എന്നൊക്കെയാണ്. അതായത് മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമാകുന്ന നമ്മുടെ വല്ലുപ്പായും നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവിയും ഇവർ രണ്ടുപേരും ഒന്നിച്ചാണല്ലോ സ്വർഗത്തിൽ നിന്നും പുറത്തേക്ക് വന്നത്. പക്ഷെ ഒന്നിച്ചു വന്നു, അവർ രണ്ടുപേരും പല സ്ഥലങ്ങളിലേക്കാണ് പോയത്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് വന്നു. എവിടെ? അന്നത്തെ ഇന്ത്യയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ശ്രീലങ്ക. അവിടെയാണ് മഹാനവറുകൾ ഇറങ്ങിയത്. അവിടെയായിരുന്നു മഹാനവറുകൾ താമസിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീബി എവിടെയായിരുന്നു? ജിദ്ദയിലായിരുന്നു എന്നാണ്. ജിദ്ദയിലാണ് സ്വർഗത്തിൽ നിന്നും ഇറങ്ങിയത്. അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് ജിദ്ദ എന്ന് പേര് വരാനുള്ള കാരണം. നമ്മുടെ വല്ലുമ്മയാകുന്ന ഹവ്വാ ബീവി, വല്ലുമ്മക്ക് അറബിയിൽ പറയുന്നത് ജദ്ദത്ത് എന്നാണ്. ആ വാക്കിൽ നിന്നാണ് ജിദ്ദ എന്ന വാക്കുണ്ടായത് എന്നൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് ആദം നബിയും ഹവ്വാ ഉമ്മയും ഇവർ രണ്ടുപേരും പരസ്പരം കാണുന്നൊരു മുഹൂർത്തമുണ്ട്. രണ്ടുപേരും പരസ്പരം കണ്ട് തിരിച്ചറിയുന്ന അതെവിടെ വെച്ചാണ്? ഈ അറഫ മൈതാനത്ത് വെച്ചായിരുന്നു എന്നാണ്. അതുകൊണ്ടാണ് ആ മൈതാനത്തിന് അറഫ എന്ന് പേര് വരാനുള്ള കാരണം. ഇങ്ങനെ ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. ഈ ഹജ്ജിന് വരുന്ന ലക്ഷക്കണക്കിന് ഹാജിമാർ എല്ലാവരും ഒരുമിച്ച് കൂടുന്ന വെറും പാൽക്കടലായി മാറുന്ന അറഫ സംഗമം. ആ അറഫ സംഗമത്തിൽ പരസ്പരം തിരിച്ചറിയുന്നു, അല്ലാഹുവേ ഒന്നുമല്ല, അല്ലേ, ഞാൻ വെറും നിസ്സാരനായ അടിമയാണ്. ഈ ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് വരുന്ന എൻ്റെ അടിമകളിൽ ഞാൻ വെറും നിസ്സാരമാണല്ലോ അല്ലാ എന്ന് ഓരോ ഹാജിയും അവരുടെ സ്വന്തത്തെ തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ് അറഫ. അതുകൊണ്ടാണ് ആ മൈതാനത്തിന് അങ്ങനെ പേര് വരാനുള്ള കാരണം എന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നാളെയാണ് അറഫാ ദിനം. അപ്പോൾ എന്ത് ചെയ്യുക? ഇന്ന് നോമ്പുള്ളവരുണ്ട്, അൽഹംദുലില്ലാ, ഇന്ന് സുന്നത്ത് നോമ്പ്. നമ്മൾ ഇന്നലെ അതിൻ്റെ നിയ്യത്തൊക്കെ പറഞ്ഞു തന്നിരുന്നു. ഇനി നാളെ വെള്ളിയാഴ്ച ദിനമാണ്, ദുൽഹിജ്ജ മാസത്തിൻ്റെ 2ാമത്തെ വെള്ളിയാഴ്ച. മാത്രമല്ല നാളെ അറഫാ ദിനമാണ്. അപ്പോൾ നമുക്കൊരു ഭാഗ്യം കിട്ടിയത് അറഫാ ദിനവും വെള്ളിയാഴ്ച ദിനവും ഒന്നിച്ചു വന്നിരിക്കുന്നു. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ വർഷം ഹാജിമാർക്ക് അറഫാ ദിനവും വെള്ളിയാഴ്ചയും ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് തന്നെ ഹജ്ജുൽ അക്ബർ ആയിരുന്നു അവർക്ക്. ഹജ്ജുൽ അക്ബർ, ഹജ്ജുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ഹജ്ജാണ് ഹജ്ജുൽ അക്ബർ. ഹജ്ജുൽ അക്ബർ എന്ന് പറഞ്ഞാൽ അറഫാ ദിനവും വെള്ളിയാഴ്ച ദിനവും ഒന്നിച്ചു വന്നാൽ അത് ഹജ്ജുൽ അക്ബറാണ്. അപ്പോൾ ഹാജിമാർക്ക് ഹജ്ജുൽ അക്ബർ അല്ല, നമുക്ക് ഹജ്ജുൽ അക്ബറാണ്. നമുക്ക് ഹജ്ജുൽ അക്ബർ, അതായത് നമുക്ക് നാളെ വെള്ളിയാഴ്ചയാണ്, നാളെയാണ് നമുക്ക് അറഫാ ദിനം. അതുകൊണ്ട് വളരെ ശ്രേഷ്ഠതയുള്ള, ഞാൻ പറയണ്ടല്ലോ എന്തൊക്കെ ചെയ്യണമെന്ന്, ഒന്ന് ഓടിച്ചു പറഞ്ഞുതരാം. അതായത് നാളെ നമ്മൾ നോമ്പുകാരായിരിക്കുക. ഇന്നത്തെ മഗ്‌രിബിന് ശേഷം തന്നെ നമ്മൾ നിയ്യത്ത് വെക്കുക. നാളത്തേക്ക് നിയ്യത്ത് വെക്കണ്ട, ഇന്നത്തെ രാത്രി തന്നെ നിയ്യത്ത് വെച്ചേക്കുക. 3 നിയ്യത്ത് വെക്കാം. 1, അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. നിയ്യത്ത് കേട്ടോട്ടാ, നാളത്തെ നോമ്പിന്റെ നിയ്യത്താണ്. 1, അറഫ ദിനത്തിലെ സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 2ാമത്തേത്, ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ ദിവസങ്ങളിൽ നിന്നുള്ള ഒരു സുന്നത്തായ നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി ഞാൻ പിടിക്കുന്നു. 3ാമത്തേത്, റമളാനിൽ നഷ്ടപ്പെട്ടു പോയ ഒരു ഫർളായ നോമ്പ് ഞാൻ ഖളാ വീട്ടുന്നു. 3 നിയ്യത്ത് ഇൻഷാ അല്ലാഹ്, 3 നിയ്യത്ത് നമുക്ക് വെക്കാം. 3 നിയ്യത്തും ഇന്നത്തെ രാത്രി തന്നെ വെക്കുക, മറന്നു പോവണ്ട. നാളെ വെള്ളിയാഴ്ചയാണ്. പുരുഷന്മാരെ നേരത്തെ പള്ളിയിലേക്ക് പോവുക. അതുപോലെ തന്നെ സ്ത്രീകൾ, ഉമ്മമാർ നേരത്തെ നിസ്കാരപ്പായിലേക്ക് പോവുക. നല്ല രൂപത്തിൽ രാവിലെ തന്നെ നമുക്കൊരു ചിന്ത ഉണ്ടാവണം, നോമ്പാണ്, വെള്ളിയാഴ്ചയല്ലേ, കിടന്നുറങ്ങാം, എന്നിട്ട് ഉറങ്ങിയിട്ട് ജുമാക്ക് അങ്ങോട്ട് പോയാൽ മതി, തിരിച്ചു വന്നിട്ട് വീണ്ടും ഉറങ്ങാം. അങ്ങനെ ആക്കരുത്. കാരണം നാളെ അറഫാ ദിനമാണ്. അറഫാ ദിനത്തിൻ്റെ പ്രത്യേകത ഒരു മനുഷ്യൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നും അറഫാ ദിനമായേനെ എന്ന് കൊതിക്കുമായിരുന്നു എന്നൊക്കെ മഹത്തുക്കൾ പറയുന്നുണ്ട്. അപ്പോൾ അത്രമാത്രം ശ്രേഷ്ഠതയുള്ള, പവിത്രതകളുള്ള ഒരു സമയമാണ്. ഇബ്ലീസ് നാണിച്ചു പോകുന്ന, ഇബ്ലീസ് ഏറ്റവും കൂടുതൽ പൊട്ടിക്കരയുന്ന ദിവസമാണ് അറഫാ ദിനമെന്നാണ്. ഇന്ന് ഇബ്ലീസ് പൊട്ടിക്കരയുന്നുണ്ട്. കാരണം ഇന്ന് ലക്ഷക്കണക്കിന് വരുന്ന ഹാജിമാർ അറഫയിൽ ഇങ്ങനെ ഇരുന്ന് കരഞ്ഞു ദ്വാരക്കുക. ഹാജിമാർ കരയുമ്പോൾ ആ കൂട്ടത്തിൽ ഇബ്ലീസും കരയുന്നു. എന്തിനാ അവൻ കരയുന്നത്? അയ്യോ പടച്ചോനെ, ഇത്രയും ഹാജിമാർ നിന്നിലേക്ക് പാപമോചനം തേടുന്നു, അവരുടെ പാപങ്ങളൊക്കെ നീ പുറത്തു കൊടുക്കുമല്ലോ എന്നാണ് വിഷമം അവനിക്ക്. അങ്ങനെ ആ വിഷമം സങ്കടം കൊണ്ട് അവൻ പൊട്ടിക്കരയുമെന്നാണ്. വയൗമു അറഫ അഫ്ളലുൽ അയ്യാം, അല്ലെ, പകലുകളിൽ ഏറ്റവും ശ്രേഷ്ഠത
അത് അറഫയുടെ പകലാണ്. അന്നാണ് അല്ലാഹു തആലയുടെ റഹ്മത്തുകൾ ഭൂമിയിലേക്ക് ഇറങ്ങുന്നത്. അല്ലാഹു തആല തന്നെ ഇറങ്ങി വരുമെന്ന് നമുക്ക് കേൾക്കാം. അല്ലാഹു തന്നെ ഇറങ്ങി വരുമെന്നാണ് ഒന്നാം ആകാശത്തേക്ക്. മലക്കുകൾ ഇറങ്ങി വരുന്നു. അല്ലാഹു പറയും ഉഷ്ഹിദുക്കും അന്നീ ഖദ് ഗഫർതു ലഹും. അല്ലെ, ഈ അറഫ മൈതാനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാനിതാ പുറത്തു കൊടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറയുമെന്നാണ്. മാത്രമല്ല അറഫ ദിനത്തിൽ ഇബാദത്ത് ചെയ്യുന്നവർക്കും അള്ളാഹു താല പുറത്തു കൊടുക്കുമെന്ന് മലക്കുകളോട് അള്ളാഹു താല പറയുമെന്നാണ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നാളത്തെ പകൽ നമ്മൾ ഒന്നാമതായി ചെയ്യേണ്ടത് നോമ്പുകാരായിരിക്കുക. 2 പുരുഷന്മാര് നേരത്തെ ജുമഅക്ക് വേണ്ടി പള്ളിയിലേക്ക് പോവുക. സൂറത്തുൽ കഹഫ് നാളത്തെ ദിവസം എന്ന് പറഞ്ഞാൽ സാധാരണ വെള്ളിയാഴ്ച സൂറത്തുൽ കഹഫ് ഓതുന്നത് പോലെയുള്ള പ്രതിഫലമല്ല, ഇരട്ടി പ്രതിഫലം അല്ലാഹു തരും. സൂറത്തുൽ കഹഫ്, അതുപോലെ അറിയാവുന്ന സ്വലാത്ത്, പ്രത്യേകിച്ച് ഇബ്രാഹിമിയ സ്വലാത്ത്. എന്താ നേട്ടം? സ്വലാത്തുകളുടെ രാജാവാണ് ഇബ്രാഹിമിയ സ്വലാത്ത്. ദിവസങ്ങളുടെ നേതാവാകുന്ന വെള്ളിയാഴ്ച ദിവസം, പകലുകളുടെ നേതാവാകുന്ന അറഫ പകൽ, സ്വലാത്തുകളുടെ നേതാവാകുന്ന ഇബ്രാഹിമിയ സ്വലാത്ത്, 3 രാജാക്കന്മാരെ നമുക്ക് ഒരുമിച്ച് കിട്ടിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ഒരു സന്ദർഭം നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. പരമാവധി ഇബ്രാഹിമിയ സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീമ وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. അങ്ങനെയുള്ള ഇബ്രാഹിമിയ സ്വലാത്ത്, പിന്നെ അറിയാവുന്ന സ്വലാത്തൊക്കെ അധികരിപ്പിക്കുക. ഒരുപാട് നേട്ടങ്ങളാണ് ഇബ്രാഹിമിയ സ്വലാത്തിന്റെ പിന്നിലുള്ളത്. ഒരു മനുഷ്യൻ ഇബ്രാഹിമിയ സ്വലാത്ത് പറഞ്ഞാൽ അവൻ മുത്തുനബിയോടൊപ്പം, ഇബ്രാഹിം നബിയോടൊപ്പം, അവന്റെ കുടുംബത്തോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കുമെന്ന് പോലും അള്ളാഹുവേ ഇതിൻ്റെ പ്രതിഫലമായി പറയുന്നുണ്ട്. എത്രയെത്രയോ പ്രതിഫലം, ഒരുപാട് നേട്ടങ്ങളാണ് ഇബ്രാഹിമിയ സ്വലാത്തിനുള്ളത്. മനസ്സിലെന്തെങ്കിലും ഒരു നീയത്ത്, മനസ്സിലെന്തെങ്കിലും ഒരു ആഗ്രഹം നമ്മൾ കരുതിയിട്ട് നമ്മളിത് പറയുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ നിയ്യത്ത് അല്ലാഹു തആല കബൂലാക്കി തരും. മാത്രമല്ല ദിക്റുകൾ അധികരിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ, അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അതുപോലെ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ എന്ന ദിക്ർ ഇന്നും നാളെയും ഇൻഷാ അല്ലാഹ് അധികരിപ്പിക്കുക. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്നോ, അല്ലെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹ്യീ വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ 2 രൂപത്തിലും ഹദീസിൽ വന്നിട്ടുണ്ട്. 2 രൂപത്തിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. കരഞ്ഞു പറഞ്ഞോ ഹസ്ബുനല്ലാഹ്, ആ ദിക്ർ പറഞ്ഞോ, ഒരുപാട് നേട്ടമാണ്. അതുപോലെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അതുപോലെ തന്നെ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇങ്ങനെ എത്രയോ ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ, ഇതൊക്കെ നാളത്തെ പകൽ ഇന്നും നാളെയുമായി നമ്മൾ അധികരിപ്പിക്കണമേ. അറഫ നോമ്പിന്റെ പ്രതിഫലം യുക്കഫിറു സനത്തൽ മാളിയ വൽ ബാഖിയ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ തെറ്റുകൾ അല്ലാഹു തആല പുറത്തു തരുമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതായി നമുക്ക് ഹദീസിൽ കാണാം. പിന്നെയോ വിശുദ്ധമായ ഖുർആൻ പാരായണം. സൂറത്തുൽ ഫജ്ർ നമ്മൾ മറക്കാൻ പാടില്ല. സൂറത്ത് യാസീൻ, അതുപോലെ സൂറത്തുൽ ഇഖ്ലാസ്, ആയത്തുൽ കുർസി, പിന്നെ അതോടൊപ്പം തന്നെ സൂറത്ത് തൗബയുടെ അവസാനത്തെ 2 ആയത്തുകൾ ഒന്ന് ഓദിക്കേ. ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ആ ആയത്ത് മടക്കി ഇങ്ങനെ ആവർത്തിച്ചോദനേ. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം ഇന്നഹു കാന ഗഫാറാ. ഇതുപോലുള്ള ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകളൊക്കെ നാളത്തെ പകലും ഇന്നത്തെ പകലും നമ്മൾ അധികരിപ്പിക്കുക. അതോടൊപ്പം തന്നെ മരണപ്പെട്ടു പോയവരെ മറന്നു പോവല്ലേ, അവർക്ക് വേണ്ടി ഒരു ഫാത്തിഹയെങ്കിലും ഓതി ദുആരക്കണേ. പിന്നെ നല്ലതുവണ്ണം ദുആരക്കണം. അല്ലേ, നമ്മുടെ പരിസരത്ത് മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രതിസന്ധിയിൽ, അല്ലെ, ദുരിതത്തിൽ കഴിയുന്ന ആളുകൾ, രോഗത്തിൽ കഴിയുന്ന ആളുകൾ, പ്രകൃതി ദുരന്തങ്ങൾ വന്നിട്ട് വലിയ വിഷമത്തിലായവർ, അങ്ങനെ ഒരുപാട് നീറുന്ന ഒരുപാട് പ്രശ്നങ്ങളുള്ളവരുണ്ട്. അവരുടെ പ്രയാസങ്ങൾ മാറാൻ നമ്മൾ അവർക്ക് വേണ്ടി ദുആരക്കണേ.
അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ അല്ലാഹു തആല മാറ്റിത്തരും. ഹാജിമാർക്ക് വേണ്ടി ദ്വാരക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഹാജിമാർക്ക് ഇന്ന് അറഫയാണ്. ഇന്ന് അവിടെ അവരെന്താ ചെയ്യുന്നത്? അവർ നല്ലവണ്ണം ദ്വാരക്കുകയാണ്. പിന്നെ ഇന്ന് അറഫ പ്രഭാഷണം ഉണ്ടാകും. ഇന്നത്തെ ഉച്ചക്ക് അവിടെ അറഫ പ്രഭാഷണം. വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം തുറക്കുന്ന ഒരു പള്ളിയാണ് മസ്ജിദുൻ നമിറ എന്ന് പറഞ്ഞിട്ടുള്ളത്. അറഫയിൽ പോയ ആളുകൾക്കറിയാം, അവിടെ വിശാലമായ ഒരുപാട് ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു പള്ളിയാണ്. വർഷത്തിൽ ഒരു വട്ടം മാത്രം തുറക്കുന്ന പള്ളി. ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ പള്ളിയുടെ ഉള്ളിലും പുറത്തുമൊക്കെ ആയിട്ട് ഇങ്ങനെ തടിച്ചുകൂടി ആ അറഫ സംഗമത്തിൻ്റെ ആ ഒരു പ്രഭാഷണമൊക്കെ കേൾക്കുന്ന വല്ലാത്തൊരു അനുഭൂതിയാണ് അള്ളാഹു അവിടെ ഞങ്ങൾക്കൊക്കെ അവിടെ ചെല്ലാനും ആ സംഗമത്തിലൊക്കെ പങ്കെടുക്കാനും ഞങ്ങൾക്കും ഹജ്ജും ഉംറയും സിയാറത്തൊക്കെ ചെയ്യാൻ നീ തൗഫീഖ് തരണേ അല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ ഇന്നത്തെ മഗ്‌രിബോട് കൂടി അറഫ രാവിലേക്ക് കിടക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ നമ്മുടെ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് പ്രത്യേകം നിങ്ങൾ പങ്കെടുക്കണം. പ്രത്യേകമായ ദിക്റിൻ്റെ സ്വലാത്തിൻ്റെ തസ്ബീഹിൻ്റെ മജ്ലിസാണ് ഇന്ന് സ്പെഷ്യലായി നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നത്. എല്ലാവർക്കും വേണ്ടി നമ്മൾ ദ്വാരക്കൊപ്പം ഇന്നത്തെ മഗ്‌രിബിന് ശേഷമുള്ള നമ്മുടെ ദിക്റിൻ്റെ മജ്ലിസിൽ എല്ലാവരും പങ്കെടുക്കുക. പിന്നെ നാളത്തെ പകൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട, പറയേണ്ട, അറിയേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഏകദേശം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് കുറച്ചറിവേ ഉള്ളെങ്കിലും അതനുസരിച്ച് ചെയ്യാം. ഒരുപാട് കാര്യം അറിയാം, ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ ഒന്നും കിട്ടൂല. നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം, അത് ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അൽഹംദുലില്ലാ റാഹത്താൻ. ഇപ്പം ചെയ്യേണ്ട കാര്യങ്ങൾ, അറിയേണ്ട കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലായില്ലേ? മനസ്സിലായി. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇതങ്ങോട്ട് ചെയ്തോ, നമുക്ക് എല്ലാവിധ ഖൈർ ഉണ്ടാകും, എല്ലാവിധ ബർക്കത്തുണ്ടാകും. അല്ലാഹു തആല നമ്മളെല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കുന്നുണ്ടാവും, എൻ്റെ പൊന്നോ ഇതെന്താണ് ഈ പറഞ്ഞത്? അറഫാ ദിനത്തിൽ ഇത്രമാത്രം തലകുത്തി മറിയാനുള്ള കാരണമുണ്ടോ? അങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ട്. തലകുത്തി മറിയാന്ന് നമ്മളിപ്പോൾ തലകുത്തി മറിയാനുള്ള ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ പറഞ്ഞത് എന്താ? നമുക്ക് ചെയ്യാൻ പറ്റുന്ന അമലുകളാണ് അല്ലേ? ഇസ്തിഗ്ഫാർ നമുക്ക് പറയാൻ പറ്റൂലേ? മരണപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫാത്തിഹെങ്കിലും ഓതാൻ പറ്റൂലേ? അതുപോലെ തന്നെ ദിക്റുകൾ, ഇപ്പോൾ പറഞ്ഞ ദിക്റുകൾ എല്ലാ സമയത്തും ദിക്റ് ചൊല്ലണമെന്ന് പറഞ്ഞില്ല. കുറച്ച് സമയം അതിന് മാറ്റി വെച്ചിട്ട് ദിക്റ് ചൊല്ലുക. അതുപോലെ തന്നെ വിശുദ്ധമായ ഖുർആനിലെ ചില സൂറത്തുകൾ, അതുപോലെ ചില ആയത്തുകൾ, നല്ലവണ്ണം ദുആ, നാളത്തെ നോമ്പ്, വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞത്. വളരെ സിമ്പിളായ കാര്യങ്ങളാണ്. ക്ലേശമുള്ള കാര്യങ്ങൾ ദീനിലില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു പറഞ്ഞിട്ടുള്ളൂ. എല്ലാം കൂടി പറഞ്ഞപ്പോൾ ഒരുപാട് കാര്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് തോന്നുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഒന്നുകൂടി കേട്ടു നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് നല്ലവണ്ണം നിങ്ങൾ മനസ്സിലെത്തി നിങ്ങളെ കൊണ്ട് പറ്റുന്നത് ചെയ്യുക അല്ലേ? പറ്റുന്നത്, ഓരോ ആളുകൾക്കും പറ്റുന്ന കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാഹ് ചെയ്യുക, ദുആകൾ അധികരിപ്പിക്കുക. നാളത്തെ നോമ്പിൻ്റെ കാര്യം മറന്നു പോകണ്ട. നോമ്പിൻ്റെ നിയ്യത്ത് ഇന്നത്തെ മഗ്‌രിബിന് ശേഷം തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ലവണ്ണം എല്ലാവർക്കും വേണ്ടി ദ്വാരക്കുക. അല്ലാഹു തആല നമ്മളെ എല്ലാവരെയും ഖബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ഹലാലായ മുറാദുകൾ അല്ലാഹു തആല ഹാസിലാക്കി തരുമാറാവട്ടെ. ഈ വർഷം ഹജ്ജ് ചെയ്ത മുഴുവൻ ഹാജിമാരുടെയും ഹജ്ജ് അല്ലാഹു തആല ഖബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ, പ്രത്യേകിച്ച് കമൻറ്റിലൂടെയൊക്കെ ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആയിരക്കണക്കിന് ആളുകളുണ്ട്. അല്ലാഹുവേ, എല്ലാവരും എല്ലാ പ്രയാസ പ്രതിസന്ധികളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാ. ഹലാലായ മുറാദ് ഹാസിലാക്കണേ അല്ലാ. ആമീൻ ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.